ഇവിടെ ആരും നമുക്ക് സ്വന്തമല്ല. നമുക്ക് നമ്മൾ മാത്രമേയുള്ളൂ. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ആ യാത്രയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ യാത്രയിൽ നമ്മൾ പലതരത്തിലുള്ള ആളുകളെയും കണ്ടുമുട്ടുന്നു. അവരിൽ ചിലർ നമ്മുടെ സുഹൃത്തുക്കൾ ആയേക്കാം. ചിലർ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാതൃക ആയേക്കാം. ചിലർ നമ്മുടെ കൂടെ നിൽക്കുന്നവരാകും. മറ്റു ചിലർ നമ്മുടെ ശത്രുക്കളാകും. ചിലരാൽ നമ്മൾ പരീക്ഷിക്കപ്പെട്ടേക്കാം. ചിലർ നമ്മളെ ചൂഷണം ചെയ്തേക്കാം. ഇനി ചിലർ നമുക്ക് നേരായ മാർഗം കാണിച്ചു തരുന്നവരാണ്. ചിലരെ നമ്മൾ കുറച്ചു സമയത്തേക്ക് വേണ്ടി മാത്രം കണ്ടുമുട്ടുന്നു. ഇവരിൽ ചിലർ നമുക്ക് മനസ്സിലാക്കി തരുന്നു, ഈ ലോകത്ത് നമുക്ക് നമ്മുടേതെന്ന് പറയാൻ ഒരാൾ പോലും ഇല്ല എന്ന്. ഒരാളെ പോലും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന്. ഇതുപോലുള്ള ആളുകളാണ് പലപ്പോഴും നമുക്ക് ചുറ്റും ഉണ്ടാകുക. അവർ നമ്മളോട് വിശ്വാസവഞ്ചന കാണിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ വിചാരിക്കും അവരാണ് നമുക്ക് എല്ലാം എന്ന്. അവർ നമുക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കുന്നു, നന്മയുള്ളവർ ആയിരിക്കും എന്നൊക്കെ. അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരെ വിശ്വസിക്കണം, ആരെ നമ്മൾ കൂടെ നിർത്തണം, ആരോട് എന്തെല്ലാം കാര്യങ്ങൾ തുറന്നു പറയണം, ആരെ നമ്മൾ എത്രമാത്രം ആശ്രയിക്കണം എന്നൊക്കെയാണ്. ആരോട് നമ്മൾ സഹായം ചോദിക്കണം എന്നെല്ലാം തീരുമാനിക്കണം. കാരണം പലരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. അത്രമാത്രം നമ്മൾ അവരെ വിശ്വസിക്കുന്നുണ്ടാകും. അവർ നമ്മളെ അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെ വിശ്വസിക്കണം, ആരെ കൂടെ കൂട്ടിയാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായാൽ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ ശരിയായ പാതയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. പല പ്രതിസന്ധി ഘട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയേക്കാം. അല്ലെങ്കിൽ ഒരു എക്സാം റിസൾട്ടിൻ്റെ പേരിൽ നമ്മൾ ഡിപ്രസ്ഡ് ആയേക്കാം. ബ്രേക്കപ്പ് ഉണ്ടായേക്കാം. ചില വിശ്വാസവഞ്ചനയിലൂടെ നാം കടന്നു പോയിരിക്കാം. ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിന് മുമ്പ് ഓർക്കുക, ഈ സമയം കടന്നു പോകും. ഒരു രാത്രിക്ക് ശേഷം ഒരു പകലുണ്ട്. ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളും നമുക്ക് ഓരോ പാഠങ്ങളാണ് സമ്മാനിക്കുക. നമ്മുടെ ചുറ്റുമുള്ളവരുടെ യഥാർത്ഥ സ്വഭാവമാണ് ആ സമയത്ത് പുറത്തു വരുന്നത്. നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് കരുതിയവർ നമ്മളെ ചതിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവർ നമ്മളെ മുതലെടുക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ആ സമയത്താണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഓരോ പരാജയങ്ങളും ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളും നമുക്കെല്ലാവർക്കും പ്രപഞ്ചം തരുന്ന ഒരു അവസരമാണ്, ഓരോ പരീക്ഷണങ്ങളാണ്. കൂടെയുള്ളവരെ മനസ്സിലാക്കാനും ആരെ കൂടെ നിർത്തണം, ആരെ ഒഴിവാക്കണം എന്ന് തീരുമാനിക്കാനുമുള്ള ഒരു അവസരമാണ്. അതിനാൽ വിജയപരാജയങ്ങൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൽ തളരാതിരിക്കുക, നിരാശപ്പെടാതെ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പ്രയത്നിക്കുക, ആ ലക്ഷ്യസ്ഥാനത്തിൽ എത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുക. ജീവിതത്തിൽ ഉന്നത വിജയം കൈവരിക്കണമെങ്കിൽ നാം ഓരോരുത്തരും ഒറ്റയ്ക്ക് തന്നെ പൊരുതണം. എങ്കിലേ അത് നമ്മുടെ വിജയം ആകുകയുള്ളൂ. അതിന് നമ്മുടെ കഴിവിൽ നമുക്ക് തന്നെ ഒരു വിശ്വാസം വേണം, നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ. നാം മറ്റുള്ളവരെ ആശ്രയിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടിക്കൊണ്ടിരുന്നാൽ നമ്മൾ ആത്മാർത്ഥമായ ലക്ഷ്യസ്ഥാനത്തെത്താൻ പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഇതിനർത്ഥം. കാരണം ഇന്നത്തെ ഈ സ്വാർത്ഥത നിറഞ്ഞ ലോകത്ത് ആരും നമ്മുടെ കൂടെ നിലനിൽക്കില്ല. പകരം കൂടെ നിന്ന് ചതിക്കാനും സാധ്യതയുണ്ട്. ആരും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഉണ്ടാകില്ല. പകരം നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ധാരാളം ആളുകൾ ഉണ്ടാകും. നിർഭാഗ്യവശാൽ അങ്ങനെയുള്ളവരാണ് നമ്മളിൽ പലരും പലപ്പോഴും കണ്ടുമുട്ടുന്നത്. അവർ നമ്മളെ നിരന്തരം പിന്തിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെക്കൊണ്ട് ഇത് സാധിക്കില്ല, എന്തിനു വെറുതെ സമയം വേസ്റ്റാക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെ പറയുന്നവർ അവരുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടവരായിരിക്കും, ഒന്നും നേടാൻ കഴിയാത്തവരായിരിക്കും. അവർ തൻ്റെ ചുറ്റുമുള്ളവരും നേടരുത് എന്ന സ്വാർത്ഥ സ്വഭാവമുള്ളവരായിരിക്കും. അവരുടെ വലയിൽ കുടുങ്ങി നമ്മളും അവരുടെ ഇരകളാകുന്നു. കാരണം നമ്മൾ അവരെ അന്ധമായി വിശ്വസിക്കുന്നു. വേറെ ചിലരാകട്ടെ നമ്മുടെ വിജയത്തിൽ അസൂയപ്പെടുന്നവർ. അവർക്ക് സ്വയം വിശ്വസിക്കാൻ കഴിയാതെ വരുന്നു, നമ്മളെക്കൊണ്ട് ഇതൊക്കെ എങ്ങനെ സ്വാധീനിച്ചു എന്നും. എങ്ങനെ നമ്മൾ ഈ വിജയം കൈവരിച്ചു എന്നിങ്ങനെ ആലോചിച്ച് നമുക്കെതിരെ ചതിക്കുഴികളും അവരൊരുക്കും. നമ്മളെ അവർ നിരുത്സാഹപ്പെടുത്തും. തെറ്റായ ചിന്തകളിലൂടെയും വഴികളിലൂടെയും സഞ്ചരിക്കാൻ നമ്മളെ അവർ പ്രേരിപ്പിക്കും. കാരണം അവർക്ക് നേടാൻ കഴിയാത്തതാണ് നമ്മൾ നേടിയിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കുന്നതിന് മുമ്പ് നാം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ വിജയവും പരാജയവും നമ്മുടെ മാത്രം സ്വന്തമാണ്. അതിൽ മറ്റാരെയും പങ്കുകൊള്ളിക്കാതിരിക്കുക. ഇനി ആരെങ്കിലും നമ്മളെ സഹായിക്കുകയും ആരെങ്കിലും നമുക്ക് ശരിയായ വഴി കാണിച്ചു തരും എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നാൽ അത് വളരെ അപൂർവം ചിലർക്ക് മാത്രം ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല.
നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അത് നമ്മുടേതു മാത്രമാണ്. സ്വന്തം ജീവിതത്തിൽ ഒന്നും നേടാത്തവർ എങ്ങനെ പിന്നെ നമ്മളെ സഹായിക്കും എന്ന് തിരിച്ചറിവുണ്ടായാൽ നാം പിന്നെ ആരെയും ആശ്രയിക്കില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഉണ്ടാവും. പലർക്കും പല രീതിയിലായിരിക്കും ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അതിനെ തരണം ചെയ്യാനും ചിലപ്പോൾ ആരുടെയെങ്കിലും സഹായം വേണ്ടി വന്നേക്കാം. പക്ഷേ ഇതിനെല്ലാം ഒരു പരിധിയുണ്ട്. അതായത് അവരുടെ സഹായം, ആ ഉപദേശം, ആ സപ്പോർട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകുമോ എന്ന് നിങ്ങൾ ഒരുപാട് തവണ ചിന്തിക്കുക. അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കണോ, അത് നമുക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുക എന്നിങ്ങനെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ സ്വയം തന്നെ കണ്ടെത്തുക. അവസാന തീരുമാനം അത് നമ്മുടേത് മാത്രമായിരിക്കണം. അങ്ങനെ നന്നായി ആലോചിച്ച് സ്വയമായി എടുത്ത തീരുമാനം നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നമ്മുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ വേണ്ടിയെങ്കിലും നാം ഇത് ചെയ്യണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ ചെയ്തു തരും എന്ന് വിചാരിച്ചിരിക്കരുത്. മറ്റുള്ളവരെ എപ്പോഴും ആശ്രയിക്കരുത്. അങ്ങനെ ആശ്രയിച്ചാൽ അവർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് കഠിനാധ്വാനം ചെയ്യാനുള്ള വിലപ്പെട്ട സമയം അവർ പാഴാക്കിയേക്കാം. ഒരിക്കൽ നാം മറ്റുള്ളവരുടെ സഹായം തേടിയാൽ ജീവിതകാലം മുഴുവൻ അവർ നമുക്കൊരു ബാധ്യത ആയേക്കാം. ഭാവിയിൽ അവർ ചെയ്തു തന്ന സഹായത്തിന് പ്രതിഫലവും അവർ ചോദിച്ചേക്കാം. അതിനുള്ള അവസരം നാം ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. അത് മുൻകൂട്ടി കണ്ടു തന്നെയാകും ചിലപ്പോൾ അവർ നമ്മളെ സഹായിച്ചത്. ഓരോ മനുഷ്യനും സെൽഫിഷ് ജീൻ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിനാൽ അൺകണ്ടീഷണൽ ആയി ആരും ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. ഏതൊരു റിലേഷൻഷിപ്പിലും എക്സ്പെക്റ്റേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ചെയ്യുന്ന ഓരോ സഹായങ്ങൾക്കും എല്ലാവരും തിരിച്ചു മറ്റെന്തൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മൾ അത്ര നിഷ്കളങ്കരാകേണ്ട ആവശ്യമില്ല. കുറച്ച് സ്മാർട്ടാകണം. ആരുടെ മുന്നിലും തലകുനിക്കേണ്ട ആവശ്യമില്ല. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അത് നമുക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കണം. നമുക്കൊരു വ്യക്തിത്വമുണ്ട്. അത് ആരുടെ മുന്നിലും തുറന്നു കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ എല്ലാവരും ഉണ്ടാകും. എന്നാൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുവാനും അത് ആത്മാർത്ഥമായി പരിഹരിക്കാനും ഉള്ള മനസ്സുള്ളവർ വളരെ അപൂർവമായിരിക്കും. നമ്മൾ വിചാരിക്കും നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ ചതിക്കില്ല എന്ന്. അങ്ങനെ വിശ്വസിക്കുന്നതിന് മുമ്പ് ഒരു മുൻകരുതൽ നല്ലതാണ്. കാരണം ഈ ലോകത്ത് ആരെയും വിശ്വസിക്കാൻ സാധിക്കില്ല. അങ്ങനെ നമ്മൾ വിശ്വസിച്ചാൽ അവർക്ക് നമ്മളെ എങ്ങനെ വേണമെങ്കിലും കബളിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. അവർ എന്തു പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കും. എങ്ങനെ വേണമെങ്കിലും അവർക്ക് നമ്മളെ മുതലെടുക്കാം. കാരണം നമ്മൾ അവരെ ഇമോഷണലി വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ തകർക്കുവാനും സാധിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വ്യക്തിത്വം ആരുടെ മുന്നിലും അടിയറവ് വെക്കാത്ത രീതിയിൽ വളർത്തിയെടുക്കുക. ജീവിതത്തിൽ പലരുടെയും സഹായം നമുക്ക് ആവശ്യമായി വന്നേക്കാം. പക്ഷേ അത് സ്വീകരിക്കുന്നതിന് മുമ്പ് നാം ഒരു 100 വട്ടമെങ്കിലും ആലോചിക്കണം. കാരണം ഇന്നത്തെ ലോകത്ത് നിഷ്കളങ്കരായവർക്ക് ഒരു സ്ഥാനവുമില്ല. ഇത് സ്വാർത്ഥതയുടെ ലോകമാണ്. ഇന്ന് ബന്ധങ്ങൾക്കോ സ്നേഹത്തിനോ ഒരു വിലയുമില്ലാതെ പണത്തിന് പിറകിലുള്ള നെട്ടോട്ടത്തിലാണ് എല്ലാവരും. നാം എത്ര നല്ലവരാണോ അത്രയും നമ്മൾ ചൂഷണം ചെയ്യപ്പെടാനും സാധ്യത കൂടുതലാണ്. നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും സാധിക്കാൻ നമ്മുടെ സമയം വേണ്ട വിധം ഉപയോഗിച്ചില്ല എങ്കിൽ അതിനർത്ഥം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ നാം ആത്മാർത്ഥമായി പ്രയത്നിക്കുന്നില്ല എന്നാണ്. നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. ആ സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഈ ലോകത്ത് നമുക്ക് ആരും സ്വന്തമല്ല. നമ്മുടെ നന്മ ആരും ആഗ്രഹിക്കുന്നുമില്ല. എല്ലാവരും സ്വാർത്ഥരാണ്. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ പോലെ നമ്മുടെ മുമ്പിലൊന്ന് ഉള്ളിൽ വേറൊന്നായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. നമുക്ക് സ്വന്തമെന്ന് പറയാൻ ആകെയുള്ള സ്വത്ത് വിലപ്പെട്ട സമയമാണ്. ആ സമയം നമ്മൾ ഏത് രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നതിലാണ് നമ്മുടെ വിജയം. അത് നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതല്ല. അങ്ങനെ ചെലവഴിച്ചാൽ നാം നമ്മുടെ ജീവിതം തന്നെയാണ് നശിപ്പിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ പോലും അറിയാതെയാണ് ഒരു ചതിക്കുഴിയിൽ നമ്മൾ പോയി ചാടുന്നത്. സ്വന്തമെന്ന് വിശ്വസിച്ച പലരും നമ്മളെ വഞ്ചിക്കുന്നു. എന്ത് സഹായം ചെയ്തു കൊടുത്താലും ഇന്നത്തെ കാലത്ത് ഒരു വിലയുമില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കാതിരിക്കുക. എല്ലാവരോടും ഒരു അകലം പാലിക്കുന്നത് നല്ലതാണ്. ആരെയും ഒന്നിനും വേണ്ടി ആശ്രയിക്കാതിരിക്കുക. നമ്മൾ വിചാരിക്കും നമ്മുടെ കൂടെയുള്ളവരൊക്കെ നല്ലവരാണ്, നന്മ മാത്രം ആഗ്രഹിക്കുന്നവരാണ്, അതുപോലെ നമ്മൾ അവർക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്ന്. പിന്നെന്തിനാ അവർ നമ്മളെ ദ്രോഹിക്കണം? അങ്ങനെയായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഈ ചിന്ത കാരണം നമ്മൾ ഓൾറെഡി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞു. നമ്മുടെ വിലപ്പെട്ട സമയം ഇതുപോലുള്ള കപടമുഖങ്ങളുള്ള മനുഷ്യർക്ക് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം നശിപ്പിച്ച അവർ നമ്മളിൽ നിന്നും ഒന്നും അർഹിക്കുന്നില്ല. നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും സൗഹൃദത്തിൽ ഏർപ്പെടാം, ആരെയും സ്നേഹിക്കാം, നമ്മുടെ ബന്ധുവാക്കാം. പക്ഷേ ആരുടെ മേലും പ്രതീക്ഷ വയ്ക്കരുത്. നമ്മൾ എത്രത്തോളം ഒരാളെ ആശ്രയിക്കുന്നുവോ അത്രത്തോളം നമ്മൾ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവോ അത്രയധികം നമ്മൾ ചതിക്കപ്പെടാനും വേദനിക്കാനുമുള്ള സാധ്യതയുണ്ട്.
അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കടിഞ്ഞാൺ ആർക്കും കൊടുക്കാതിരിക്കുക. മറ്റൊരാളുടെ കയ്യിലെ കളിപ്പാവയായി മാറാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ മറ്റൊരാളുടെ സഹായം ആഗ്രഹിക്കുന്നതിന് മുമ്പ് ആ പ്രശ്നം സ്വയം പരിഹരിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുക. എന്നിട്ടും കഴിഞ്ഞില്ലെങ്കിൽ മാത്രം മറ്റുള്ളവരുടെ സഹായം വേണമോ എന്നതിനെ പറ്റി ചിന്തിക്കാവൂ. അങ്ങനെ നമ്മൾ നമ്മുടെ കഴിവിനെ പരമാവധി പരിശ്രമിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാം ജീവിതത്തിൽ എത്ര പെട്ടെന്നാണ് തോറ്റുകൊടുക്കുന്നത്, എത്ര എളുപ്പത്തിലാണ് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് എന്നെല്ലാം. അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. നാം നമ്മളോട് തന്നെ ചോദിക്കണം, എനിക്ക് ഇത് സാധിക്കുമോ ഇല്ലയോ. അങ്ങനെ നമുക്ക് മനസ്സിലാകുകയുള്ളൂ നമ്മൾ വിജയത്തിന് അർഹനാണോ ഇല്ലയോ എന്ന്, നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ടോ എന്നും. അപ്പോഴേ മനസ്സിലാകൂ ജീവിതത്തിൽ ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് നാം മറ്റുള്ളവരെ ആശ്രയിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അവർ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നാൽ യഥാർത്ഥ പ്രശ്നം വരുമ്പോൾ ഒരാളും ചിലപ്പോൾ സഹായത്തിന് ഉണ്ടാകണമെന്നില്ല എന്ന്. കാരണം ആരും നമ്മെ സീരിയസ് ആയി കാണില്ല. എല്ലാവർക്കും മുമ്പിൽ നമുക്കൊരു വിലയുമില്ലാതാകും. അവർക്ക് നമ്മുടെ വലിയ പ്രശ്നം ഒന്നുമല്ലാതായി തോന്നും. നമ്മൾ തന്നെയാണ് അതിനുള്ള കാരണക്കാർ. നാം തന്നെയാണ് നമ്മുടെ വില ഇല്ലാതാക്കുന്നത്. എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിച്ച് നമ്മുടെ നിലയും വിലയും നാം തന്നെ നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരെയും ഇടപെടാൻ അനുവദിക്കരുത്. ഒരു പരിധിക്കപ്പുറം ആരുടെയും സഹായം സ്വീകരിക്കാതിരിക്കുക. നമ്മുടെയൊക്കെ വിചാരം നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളെ ഉള്ളൂ എന്നും, നമ്മൾ മാത്രമാണ് ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ നമ്മൾ മാത്രമാണ് ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കുന്നത് എന്ന്, അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും അവരവരുടേതായ സ്ട്രഗിളിംഗ് പീരീഡുമുണ്ട്. ചിലർ അത് വളരെ എളുപ്പത്തിൽ തരണം ചെയ്യും, മറ്റു ചിലർ കുറച്ച് ബുദ്ധിമുട്ടുന്നു. അത്രയുള്ളൂ വ്യത്യാസം. അതുകൊണ്ട് നമുക്ക് മാത്രമാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉള്ളത് എന്ന് വിചാരിക്കാതിരിക്കുക. ഇനി നമുക്ക് കുറേയേറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം നാം അതെല്ലാം പരിഹരിക്കാൻ പ്രാപ്തനാണ് എന്നാണ്. അങ്ങനെ പരിഹരിക്കുന്നതിലൂടെ നാം കൂടുതൽ ശക്തനായി തീരുന്നു. നമ്മുടെ കഴിവിൽ നമ്മൾ വിശ്വസിക്കുന്നു. ആരുടെ മുന്നിലും കൈ നീട്ടാതിരിക്കുക. സ്വയം മുന്നോട്ട് പോകുക. ഒരാളുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് വഴിവെട്ടിപ്പോയവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ നാം സ്വയം പ്രയത്നിക്കണം. ആരെയും പങ്കു ചേർക്കേണ്ട ആവശ്യമില്ല. ആർക്കും നമ്മൾ ഒരു ബാധ്യത ആകരുത്. മറ്റുള്ളവർ നമ്മുടെ ഉയർച്ചയിൽ അസൂയാലുക്കൾ ആയിരിക്കും. അവർ നമ്മളെ തളർത്താനേ നോക്കൂ. നമ്മൾ അവരുടെ ചതിക്കുഴികളിൽ ചെന്ന് ചാടരുത്. നമ്മുടെ ആത്മാഭിമാനം ആരുടെ മുന്നിലും പണയം വെക്കരുത്. സ്വന്തം കഴിവിൽ വിശ്വസിക്കുക. അതിൽ ആത്മവിശ്വാസം കണ്ടെത്തുക. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ സ്വയം വിശ്വസിക്കണം. നമ്മുടെ കഠിനാധ്വാനത്തിൽ നമ്മൾ വിശ്വസിക്കുക. വിജയത്തിലേക്കുള്ള വഴി നാം സ്വയം തിരഞ്ഞെടുക്കണം. ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ഏതറ്റം വരെയും പരിശ്രമിക്കണം. അതിൽ നിന്നും ഒരിക്കലും പിന്മാറാനും പാടില്ല. ആരുടെയും പ്രലോഭനങ്ങളിൽ വീഴാനും അനാവശ്യമായി ഇടപെടലുകൾക്ക് സാഹചര്യങ്ങൾ ഒരുക്കുവാനും പാടില്ല. സ്വയം വിശ്വസിക്കുക എന്നതാണ് സെൽഫ് ഡിപ്പെൻഡൻസിയുടെ ആദ്യ ചവിട്ടുപടി. ജീവിതത്തിൽ ഉന്നത വിജയം കൈവരിക്കണമെങ്കിൽ അതിനുള്ള വഴി സ്വയം കണ്ടെത്തണം. എന്നിട്ട് ആ വഴിയിലൂടെ പൂർവാധികം ശ്രദ്ധയോടെ ഉറച്ച തീരുമാനത്തിലൂടെ നമ്മൾ മുന്നേറണം. മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിതത്തിലെ നിർണായക ഘട്ടത്തിൽ കൂടെ നിൽക്കാത്ത സുഹൃത്തുക്കളെ ഒഴിവാക്കിക്കൊണ്ട് നാം നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം. നമ്മുടെ വിജയത്തിൽ നമുക്ക് മാത്രമേ അവകാശമുണ്ടാകാൻ പാടുള്ളൂ. മറ്റുള്ളവരുടെ സഹായം അതിലുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള കഴിവില്ല എന്നാണ് അർത്ഥം. അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴാതിരിക്കുക. നമ്മുടെ ആത്മവിശ്വാസത്തെയാണ് അത് ബാധിക്കുന്നത്. അങ്ങനെ ബാധിച്ചാൽ അത് നമ്മുടെ സ്വപ്നങ്ങൾ നിറവേറ്റുന്നതിന് തടസ്സമാകും. വീഴാൻ വളരെ എളുപ്പമാണ്, അവിടുന്ന് ഉയർന്നെഴുന്നേൽക്കാനാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് നാം നമുക്ക് വേണ്ടിയെങ്കിലും നല്ല വ്യക്തിത്വമുള്ള മനുഷ്യനാകുക. ഏത് സാഹചര്യത്തെയും അഭിമുഖീകരിക്കാൻ കഴിവുള്ള മനുഷ്യനാകണം. നാം നമ്മെ തന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ കഴിവിൽ നാം വിശ്വസിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്തു നോക്കൂ. നമ്മുടെ 100% ഉപയോഗിച്ചിട്ടും നമുക്ക് വിജയത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ സഹായം തേടാവൂ. കാരണം നമ്മുടെ വിജയത്തിൽ സംതൃപ്തരാകണമെങ്കിൽ നാം നമ്മളെ തന്നെ സഹായിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ പ്രചോദിപ്പിക്കുക. എങ്കിൽ മാത്രമേ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ദൂരം നാം തിരിച്ചറിയുകയുള്ളൂ. അങ്ങനെ നാം നമ്മുടെ തെറ്റുകളും ശരികളും തിരിച്ചറിയും. ഇവിടെ എത്ര കഠിനാധ്വാനം ചെയ്യണമെന്ന് മനസ്സിലാക്കുകയും ചെയ്യൂ. ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട എന്ന് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ശരിയായ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലെ സ്വപ്ന സാക്ഷാത്കാരത്തിനു വേണ്ടി ലക്ഷ്യസ്ഥാനത്തെത്താൻ നമ്മൾ സ്വയം പ്രയത്നിക്കണം എന്ന സത്യം നാം ഇതിൽ നിന്നും മനസ്സിലാക്കുക.
അവിടെ ആരും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കില്ല. ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് മുന്നേറുക, ഒറ്റയ്ക്ക് നമ്മുടെ വിജയവും ഉറപ്പിക്കുക. ഇവിടെ ആരും നമ്മുടെ സ്വന്തമല്ല, ആരും നമ്മുടെ സുഹൃത്തുമല്ല, ആരും നമ്മുടെ വളർച്ച ആഗ്രഹിക്കുന്നുമില്ല. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് വിശ്വാസമുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കഠിനാധ്വാനത്തിൻ്റെ ഫലമായി നിങ്ങൾ നിങ്ങളുടെ പേര് വിജയികളുടെ ലിസ്റ്റിൽ എഴുതി ചേർക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.